ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ 14-ാം വാർഡിൽ ശുചീകരണം നടത്തി. മാലിന്യമുക്തം നവകേരളത്തിന്റെ ഭാഗമായാണ് ശുചീകരണം നടത്തിയത്. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ 14-ാം വാർഡിലായിരുന്നു ശുചീകരണം. പഞ്ചായത്ത് അംഗം ഷാനവാസിന്റെ നേതൃത്വത്തിലാണ് ഹരിതകർമ്മസേനാ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, പ്രദേശവാസികൾ എന്നിവരുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തിയത്. ശുചീകരണ വാരമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ പള്ളിശ്ശേരിക്കൽ പള്ളിയുടെ മുന്നിലുള്ള കനാൽ വൃത്തിയാക്കുന്നതിൻ്റെ തുടക്കം ഇന്നിവിടെ കുറിച്ചിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും 14-ാം വാർഡിലെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ പ്രദേശത്തെ പ്രധാനികൾ ഇവിടെ ഇന്ന് സന്നിഹിതരായിട്ടുണ്ട്. നമ്മുടെ സമൂഹം ഇതിനെക്കുറിച്ച് കൂടുതൽ അവയർനെസ് ഉണ്ടാക്കുന്നതിനും വേണ്ടി പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പ്രകൃതിയിൽ വരുത്തുന്ന വ്യതിയാനങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനും വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും വേണ്ടിയുള്ള ഈ ഒരു പ്രവർത്തനത്തിന് കനാൽ ഉൾപ്പെടെ ശുചീകരിച്ചു. അഡ്വക്കേറ്റ് ഷാനവാസ്, തുണ്ടിൽ നൌഷാദ്, ഷാഹുൽ തെങ്ങുന്തറ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ മേഖലയിലാകമാനം മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്ന് തുടക്കമെന്നുള്ള രീതിയിലാണ് ഈ കനാലിൻ്റെ പരിസരവും വൃത്തിയാക്കുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ശുചീകരണ പ്രവർത്തനത്തിന് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. നമുക്കറിയാം, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കൂടിയതോടുകൂടി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും പ്ലാസ്റ്റിക്കിലാണ് ഇന്ന് കിട്ടുന്നത്. നമ്മൾ മീൻ വാങ്ങാൻ പോയാലും ഏത് കാര്യം വാങ്ങാൻ പോയാലും ഏത് സാധനം വാങ്ങാൻ പോയാലും പ്ലാസ്റ്റിക് കവറാണ്. അപ്പം ജൈവമെന്നും അജൈവമെന്നും രണ്ടായി വേർതിരിച്ചുകൊണ്ട് അജൈവമായിട്ടുള്ളതിനെ ഹരിതകർമ്മസേനയ്ക്ക് നിർബന്ധമായി കൊടുക്കത്തക്ക രീതിയിൽ അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് എല്ലാ സ്ഥാപനങ്ങളും വീടുകളും ഹരിതകർമ്മസേനയ്ക്ക് പ്ലാസ്റ്റിക് കൊടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ ഹരിതകർമ്മസേനയെ ഏൽപ്പിച്ചുകൊണ്ട് അജൈവമായിട്ടുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്തും ജൈവമായിട്ടുള്ളത് വീടിൻ്റെ ഉറവിടങ്ങളിൽ തന്നെ അവിടെ വീട്ടിൽ തന്നെ അത് വളമാക്കി മാറ്റുന്നതിനുള്ള ഒരു ശ്രമകരമായ നടപടിയാണ് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.